شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കി നിലനിർത്തി തസ്കിയത്തും തർബിയത്തുമുള്ള വിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിട്ടുള്ള ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബയിൽ 12 മാസങ്ങളിൽ 4 മാസം പവിത്രമാണ് എന്ന് പടച്ച റബ്ബ് അറിയിച്ചിട്ടുണ്ട്. ആകാശഭൂമികൾ സൃഷ്ടിച്ചതോടെ മാസങ്ങളുടെ കണക്ക് 12ആണ്. ഒമിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ആ 4 പവിത്ര മാസങ്ങളിലെ ദുൽഹിജ്ജ മാസത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതര മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മാസത്തെ വിശ്വാസി സമൂഹം ഏതൊക്കെ അർത്ഥത്തിലും ആരാധനകളിലും ആത്മീയതയിലുമാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. പവിത്ര മാസം എന്ന നിലക്കുള്ള ഒരു ആദരം, അത്തരത്തിൽ ആ പവിത്രതയെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്ന, അതിനെ എല്ലാ അർത്ഥത്തിലും അറിയിക്കുന്ന വിധത്തിലുള്ള ജീവിതക്രമത്തിലേക്ക് വിശ്വാസികൾ കടന്നു വരണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ ആകത്തുകയായി ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് ദുൽഹിജ്ജ മാസത്തിന് ഇത്രമേൽ പ്രാധാന്യമെന്ന് ചോദിച്ചാൽ, ഹിജറ വർഷത്തിലെ അവസാനത്തെ മാസമാണ് ദുൽഹിജ്ജ. ദുൽഹിജ്ജ മാസത്തിലാണ് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ 5-ാമതായ പരിശുദ്ധ ഹജ്ജ് കർമ്മം ദുൽഹിജ്ജ 8 മുതൽ 13 കൂടിയുള്ള 6 ദിനങ്ങളിലായി ലക്ഷോപലക്ഷം വിശ്വാസികൾ മക്കയിൽ, അറഫയിൽ, മിനയിൽ, മുസ്ദലിഫയിൽ സമ്മേളിച്ചുകൊണ്ട് 10-15-ലധികം അനുഷ്ഠാന ആരാധനാ കർമ്മങ്ങളുമായി നിർവഹിക്കുന്നത്. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ഈ വർഷത്തെ ഹജ്ജ് അനുഗ്രഹീതമാക്കി തീർക്കുമാറാകട്ടെ. സന്തോഷകരമായ വാർത്തകൾ ഇനിയും കേൾക്കുവാനും
പ്രതീക്ഷ നിർഭരമായി ഐഹിക ജീവിതത്തെയും അതിലുപരി പരലോകമോക്ഷവും നേടിയെടുക്കുവാനുള്ള അവസരവും ആയുസ് ദൈർഘ്യവും ആരോഗ്യവും അനുകൂലമായ സാഹചര്യങ്ങളും അള്ളാഹു നമുക്കും വിശ്വാസി സമൂഹത്തിനും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം നടക്കുന്ന ഈ മാസത്തിലെ ആദ്യ 10 ദിനങ്ങളുടെ പോരിശയെക്കുറിച്ചാണ് ഇന്നത്തെ ആദ്യത്തെ ഖുതുബയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആയാത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിലേക്ക് നൽകുവാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ ഞാൻ നിന്ന് ആമുഖമായി ഓതിവെച്ച 2 സൂക്തങ്ങൾ, വളരെ ചെറിയ 2 ആയത്തുകളാണെങ്കിലും അതിലെ 2ാമത്തെ ആയത്താണ് നമ്മുടെ സംസാര വിഷയം. അഥവാ ദുൽഹിജ്ജ മാസത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോൾ നാളെ ദുൽഹിജ്ജ 1 അപ്പോൾ ദുൽഹിജ്ജ 1 തീരുമ്പോൾ എന്താണ് ദുൽഖഅദ 1 നിന്ന്, അല്ലെങ്കിൽ ദുൽഖഅദയിലെ ആദ്യത്തെ 10 നിന്ന്, ശവ്വാലിലെ ആദ്യത്തെ 10 നിന്ന് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനങ്ങളുടെ വ്യത്യാസവും പ്രത്യേകതയും എന്ന് ചോദിച്ചാൽ പടച്ച റബ്ബ് പറയുകയാണ്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. അള്ളാഹു സത്യപ്പെടുത്തി ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അള്ളാഹു ഒരു വിഷയത്തെ, ഒരു കാര്യത്തെ സത്യപ്പെടുത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തി എടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഹാത്മ്യമാണ്, അതിൻ്റെ സവിശേഷതയാണ്, പ്രത്യേകതയാണ് അത് അറിയിക്കുന്നത്. അപ്പൊ പ്രഭാതത്തെ സത്യപ്പെടുത്തിയതിന് ശേഷം പിന്നീട് അള്ളാഹ് പറയുന്നു, വലയാലിൻ അശ്ർ, 10 രാവുകൾ തന്നെയാണ് സത്യം. ആ 10 രാവുകൾ അഥവാ ദിനങ്ങൾ ഉൾപ്പെടെ ആ 10 ദിനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചു. ഖാല ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, പ്രഗൽഭനായ പ്രശസ്തനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുല്ലാഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഈ 10 രാവുകളെ കുറിച്ച് അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്. അൽ മുറാദു ബിഹാ, ഈ 10 രാവുകൾ വലയാലിൻ അശ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അശ്ർ ദിൽഹിജ്ജ, ദിൽഹിജ്ജയിലെ 10 ദിനങ്ങൾ എന്നാണ്. അപ്പൊ ദിൽഹിജ്ജയിലെ 10 ദിനങ്ങളാണ് വലയാലിൻ അശ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ ദിൽഹിജ്ജയിലെ ആ 10 ദിനങ്ങൾക്ക് എന്താണ് പ്രത്യേക പ്രാധാന്യം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അതിനെക്കുറിച്ച് വന്നിട്ടുള്ളത് എന്താണ്? അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്യുകയാണ്. അഥവാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഇനി നാളെയുള്ള അള്ളാഹു ആയുസ് നൽകിക്കഴിഞ്ഞാൽ നാളെയുള്ള ഞാനും നിങ്ങളുമൊക്കെ ഈ പറയുന്ന പ്രവാചകൻ പറഞ്ഞു വെച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ പോരിശയുള്ള ഈ ദിനങ്ങളെ മാനസികമായും ശാരീരികമായും ഇബാദത്തിന്റെ വൈവിധ്യങ്ങൾ കൊണ്ട് വരവേൽക്കാനുള്ള മുന്നൊരുക്കം നമ്മൾ നടത്തണം. പരിശുദ്ധ റമളാനിൽ അതിൻ്റെ അവസാനത്തെ 10 ദിനങ്ങളിലൊക്കെ പുണ്യങ്ങളുടെ പൂക്കാലമായി പടച്ച റബ്ബിലേക്ക് അടുക്കാനും സ്വർഗത്തോളം ഉയരുവാനും നരകമോചനം നേടിയെടുക്കാനും ഇസ്ലാമിക ഉമ്മത്തിന്റെ ആരാധന അനുഷ്ഠാന മുറകളുടെ ഊടും പാവും തിരിച്ചു പിടിക്കാനും ഒക്കെ സാധിച്ചു എങ്കിൽ നമ്മൾ മലക്കുകളല്ല, മനുഷ്യരാണ്. നമ്മൾ ഹൃദയത്തിന്റെ വക്താക്കളാണ്. ഹൃദയം എന്ന് പറയുന്നത് സാഹചര്യ സമയ സന്ദർഭങ്ങൾക്കനുസരിച്ച് മാറി മറിയുന്നതാണ്. എന്നാൽ വീണ്ടും പടച്ച റബ്ബിനോട് അത് കണക്ട് ചെയ്യണം. അള്ളാഹുവിലേക്ക് മടങ്ങാൻ സാധിക്കണം. അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾക്ക് പടച്ച റബ്ബിന് ശുക്ർ ചെയ്യാൻ കഴിയണം. കൂടുതൽ ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത് തിരിച്ചു പിടിക്കണം. അതിന് എന്തൊക്കെ അസുലഭ അവസരങ്ങളും അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ ദിനങ്ങളുമാണോ പടച്ച റബ്ബ് നിശ്ചയിച്ചത് എങ്കിൽ അതിനെല്ലാം വിവേകത്തോടെ വിശുദ്ധിയോടെ ഉപയോഗപ്പെടുത്തുന്നവനായിരിക്കണം ഞാൻ എന്ന ഓർമ്മ ഈ ഉമ്മത്തിലെ ഓരോ മുസ്ലിമിനും ഉണ്ടായിരിക്കണം. പ്രവാചകൻ പറയാണ്, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, അഫ്ളലു അയ്യാമി ദുനിയ, ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളിൽപ്പെട്ടതാണ് അയ്യാമുൽ അശ്ർ, 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. ആ 10 ദിനങ്ങൾ ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാണ്. ഈ ദുനിയാവിലെ ദിനങ്ങളിൽ ശ്രേഷ്ഠമായ ദിനങ്ങളാണ് നാളെ ആരംഭിച്ച് യൗമുൻ നഹർ, ബലിപെരുന്നാളിന്റെ സുദിനം വരെയുള്ള ആ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ദിനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങളെ ഏത് രൂപത്തിലാണ് പരിഗണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും പ്രവാചകൻ പ്രതിവചിച്ചിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. അൻ ഇബ്നു അബ്ബാസിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ പറയുന്നു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫീ ആദിഹി. മൽ അമലു ഫീ അയ്യാമിൽ അശ്രി, ഈ ദുൽഹിജ്ജ 10 ദിനങ്ങളിൽ നിർവഹിക്കുന്ന കർമ്മങ്ങളുണ്ടല്ലോ, അഫ്ളൽ, അത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളാണ്. മിനൽ അമലി ഫീ ആദിഹി, കർമ്മങ്ങളിൽ നിർവഹിക്കുന്നതൊക്കെ, അഥവാ അതല്ലാത്ത ദിവസങ്ങളിലും ദിനങ്ങളിലും നിർവഹിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ശ്രേഷ്ഠതകളാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിൽ നിർവഹിക്കുന്ന കർമ്മങ്ങളെല്ലാം. എത്രയാണ് അതിന്റെ പോരിശ? സഹാബികൾ ചോദിച്ചു, ഖാലു വലൽ ജിഹാദു, പ്രവാചകരെ ജിഹാദും, ജിഹാദിനേക്കാളും പ്രതിഫല സാധ്യതയുള്ളതാണോ ഞങ്ങൾ ഈ ദുൽഹജ്ജ് മാസത്തിൽ ആദ്യ 10 ദിനങ്ങളിൽ നിർവഹിക്കുന്ന ഇബാദത്തുകൾ, ആരാധനകൾ? ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, വലൽ ജിഹാദ്, അതേ ജിഹാദും, ജിഹാദിനോളവും ഈ കർമ്മങ്ങൾ വരും, അതല്ലെങ്കിൽ ജിഹാദിനുപരിയും ഈ മാസത്തിലെ 10 ദിനങ്ങളിൽ നിർവഹിക്കുന്ന കർമ്മത്തിന് പ്രതിഫലമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പൊ ധർമ്മസമരത്തെക്കാളും പോരിശയുണ്ട്, ധർമ്മസമരത്തെക്കാളും പ്രതിഫല സാധ്യതയുണ്ട്, പ്രത്യേകതയുണ്ട് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ പ്രവാചകൻ ഒരു ക്ലോസ് വെച്ചു. പ്രവാചകൻ പറഞ്ഞു, ജിഹാദിന് വലിയ പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള ജിഹാദ്. ഇല്ലാ റജുലൻ, ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി, ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി, തന്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പടച്ച റബ്ബിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ഫലം യർജിഅ ബിശൈഇൻ, എന്നാൽ തന്റെ ശരീരം കൊണ്ട് തിരിച്ചു വന്നില്ല, തന്റെ ജീവനും ജീവിതവും സമ്പത്തും സർവ്വതും പടച്ച റബ്ബിനെ സമർപ്പിച്ചു, സമ്പൂർണ്ണ സമർപ്പണത്തിന് സാധ്യത നൽകിയിട്ടുള്ള ജിഹാദിലാണ് അവൻ ഭാഗവാക്കായത് എങ്കിൽ, പങ്കെടുത്തത് എങ്കിൽ, അത്രത്തോളം വരികയില്ല എന്ന്. എല്ലാം സമർപ്പിച്ച് ജീവൻ തിരിച്ചു വരുന്നില്ല, എന്നാൽ ജിഹാദിൽ ധർമ്മസമരത്തിൽ പങ്കെടുത്തു, ജീവൻ തിരിച്ചു കിട്ടി, പോരാട്ടത്തിൽ പങ്കെടുത്തു തിരിച്ചു വരികയാണ് എങ്കിൽ അതിനേക്കാളും ഉദാത്തമായ കർമ്മങ്ങൾ, പ്രതിഫലം ലഭിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിലുള്ള കർമ്മങ്ങൾക്കാണ് എന്ന്. എന്നാൽ കൊല്ലപ്പെടുകയാണ് എങ്കിൽ അവിടെ ജിഹാദിനെ പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ള ദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതിനുള്ള ഒരുക്കം നമ്മൾ നടത്തണം. അതാ ഞാൻ സൂചിപ്പിച്ചത്, റമദാനൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വാഹനത്തിൽ ഇന്ധനമടിച്ച് യാത്രയങ്ങ് തുടരുന്നതിനനുസരിച്ച് ആ ഇന്ധനം അങ്ങനെ കുറയും, ബ്ലിങ്കിങ് തുടങ്ങും, അല്ലേ? കട്ടകളൊക്കെ അങ്ങനെ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ബൈക്കായാലും കാറായിരുന്നാലും ഇന്ധനം കുറയുന്നതിൻ്റെ അടയാളങ്ങൾ കാണാൻ കഴിയും. അതേപോലെയാണ് നമ്മൾ. റമദാനൊക്കെ കഴിഞ്ഞു, റമദാനിൽ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാന മുറകളും ദിക്ർ ദുആകളും ഖുർആൻ പാരായണങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരു വിശ്വാസി പ്രഭാതം മുതൽ പ്രദോഷം വരെ, ഒരു വിശ്വാസി ജനിച്ച് പ്രായപൂർത്തി എത്തി മരിക്കുന്നത് വരെ നിർവഹിക്കേണ്ട പരലോക മോക്ഷത്തിന് വേണ്ടിയുള്ള സ്വർഗം നേടിയെടുക്കാനുള്ള അനവധി കർമ്മങ്ങളിൽ ആവേശത്തോടെ നമ്മൾ ഉൾപ്പെട്ടിരുന്നു, പങ്കെടുത്തിരുന്നു. പക്ഷേ റമദാൻ കഴിഞ്ഞു, ശവ്വാൽ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, ദുൽഖഅദയും കഴിയുമ്പോൾ അതങ്ങനെ ആ ഇന്ധനം ഈമാനിന്റെ, ഇഖ്ലാസിന്റെ, തഖ്വയുടെ, സൽക്കർമ്മ നിരതയുടെ, അല്ലേ, ആ ഇന്ധനം അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കണം. അതൊന്ന് ബൂസ്റ്റ് ചെയ്യണം, അതൊന്നുകൂടി ശക്തിപ്പെടുത്തണം, അതൊന്നുകൂടി വർദ്ധിപ്പിക്കണം. അതാണ് മുൻഗാമികളൊക്കെ അതിനു വേണ്ടിയിട്ട് ഈ ദിനങ്ങളെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ്. കാരണം പ്രത്യേക ശ്രേഷ്ഠതകളുള്ള ഈ ദിനങ്ങളിൽ അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങൾ. അമലു സ്വാലിഹ് എന്നാണ് ഹദീസിൽ പറഞ്ഞത്. അമലു സ്വാലിഹ് എന്നിടത്ത് എന്തൊക്കെ സ്വാലിഹായ കർമ്മങ്ങൾ. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സൂറത്തുൽ അസ്ർ 103-ാം അധ്യായം. ആ അധ്യായത്തിൽ പറഞ്ഞ എന്തൊക്കെയാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സതുപദേശം നടത്തുകയും സഹനം അവലംബിക്കുകയും ചെയ്യുകയും, അങ്ങനെ ഈ 4 കാര്യങ്ങൾ നിർവഹിക്കാത്ത മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. ഇതാ നമ്മൾ നിർവഹിക്കേണ്ടത്. ഈ 10 ദിനങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ നിർവഹിക്കുകയാണ്. അത് ശരീരം കൊണ്ടാകാം, മനസ്സുകൊണ്ടാകാം, പുഞ്ചിരി കൊണ്ടാകാം, അതേപോലെ സമ്പത്ത് കൊണ്ടാകാം, സാന്നിധ്യം കൊണ്ടാകാം. എന്തൊക്കെ നന്മകൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുമോ ആ നന്മകളിലൊക്കെ നമ്മൾ ഉണ്ടാകണം. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലീഖ്. നന്മയിൽ നിന്ന് ഒന്നിനെപ്പോലും നീ നിസ്സാരവൽക്കരിക്കരുത്. നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും നിനക്ക് നന്മയാണ് എന്നാണ്. സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നന്മയാണ്.
ഇദ്ഖാലു സുറൂറു ഫീ അഖീഹി, നിന്റെ സഹോദരന്റെ ഹൃത്തടത്തിലേക്ക് സന്തോഷം വരുത്തുന്ന നന്മകൾ ചെയ്യൽ നിനക്ക് പുണ്യമാണെന്ന് പറയാൻ. സഹപ്രവർത്തകനെ, സഹോദരനെ, സത്യവിശ്വാസിയെ സന്തോഷിപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്യൽ പുണ്യമാണ് എന്ന് പറയാൻ. ഇങ്ങനെ സമ്പത്തുള്ളവർ ആ നിലക്ക്, സമ്പത്തില്ലാത്തവർ ആ നിലക്ക്, അതേപോലെ തന്നെ ദിക്ർ ദുആകൾ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിർവഹിക്കാൻ സാധിക്കുക അതെല്ലാം നമ്മൾ നിർവഹിക്കണം. അതിനുള്ള ആസൂത്രണം ഉണ്ടാകണം, അതിനുള്ള പ്ലാനിങ് ഉണ്ടാകണം. ഉറങ്ങി എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ നാളെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ നിർബന്ധമായി നിർവഹിക്കേണ്ട കർമ്മങ്ങളിൽ നിഷ്കർഷ പുലർത്തും. ജമാഅത്ത് നമസ്കാരങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തി കളയുകയില്ല. ജമാഅത്തിന്റെ കൂടെയുള്ള റവാത്തിബുകൾ ഞാൻ തീർച്ചയായും നിർവഹിക്കും. അതേപോലെ തന്നെ പ്രത്യേകമായിട്ട് ഈ സമയങ്ങളിൽ നിർവഹിക്കേണ്ടത് ഉദുഹിയ്യത്ത് അടക്കമുള്ളത് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു. ഫസല്ലി, നമസ്കാരം നിർവഹിക്കണം. വൻഹർ, ബലിയറുക്കുകയും വേണമെന്നാ പറഞ്ഞത്. ആ ബലിയിൽ ഒരു ഷെയർ ഉണ്ടാകും. അതൊക്കെ ഈ ആദ്യത്തെ 10 ദിനങ്ങളിൽ നടക്കുന്നതാണ്. ഹാജിമാര് യൗമു തർവിയ, യൗമ അറഫ, യൗമുൻ നഹർ എന്ന നിലക്ക് അവരങ്ങനെ മുസ്ദലിഫയിലും മിനയിലും അതേപോലെ തന്നെ അറഫയിലും സമ്മേളിച്ച് തൗബ കൊണ്ട് പടച്ചറബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ മിനയിൽ ബലിയറുത്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്കും അത്തരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ടാകണം. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്തുകൊണ്ട് നോമ്പിന്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടെടുത്തുകൊണ്ട് ആത്മസംസ്കരണത്തിന് വേണ്ടിയുള്ള ഉപവാസം, അറഫ നോമ്പെന്ന നിലക്ക് നമ്മൾ നോൽക്കണം, നമ്മൾ അനുഷ്ഠിക്കണം. കുട്ടികളോട് പറയണം, കുടുംബത്തോട് പറയണം. വരാനിരിക്കുന്ന വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും സനത്തൽ മാദിയ വൽ ബാഖിയ എന്ന വലിയ വിശേഷണമുള്ള അറഫ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കണം. അതേപോലെ തന്നെ അമലു സ്വാലിഹി എന്നാ പറഞ്ഞത്. സ്വാലിഹായ ഏത് കർമ്മവും നിർവഹിക്കാം. ഇഖ്തിലാഫ് ഉണ്ടെങ്കിൽ കൂടി നിർദ്ധാരണം അനലൈസ് ചെയ്തെടുത്ത് 1 മുതൽ 9 വരെ നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ് എന്നും കാണുവാൻ സാധിക്കുന്നതാണ്. പക്ഷേ 1 മുതൽ 9 വരെ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചില്ലെങ്കിലും അറഫ നോമ്പ് നമുക്ക് എടുക്കാവുന്നതാണ്. തിങ്കളാഴ്ച നോമ്പെടുക്കാവുന്നതാണ്, വ്യാഴാഴ്ച നോമ്പെടുക്കാവുന്നതാണ്. അത്രയും പ്രബലമായ നിലക്ക് അങ്ങേറ്റത്തെ പ്രാമാണിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കർമ്മം നിർവഹിക്കുകയുള്ളൂ എന്നതാണ് എങ്കിൽ തിങ്കളാഴ്ച നോമ്പ് അനുഷ്ഠിക്കാം, വ്യാഴാഴ്ച നോമ്പ് അനുഷ്ഠിക്കാം, അറഫ നോമ്പും അനുഷ്ഠിക്കാവുന്നതാണ്. അതല്ല 1 മുതൽ 9 വരെയുള്ള ദിനങ്ങളിൽ അമലു സ്വാലിഹാത്ത് ഏതും നിർവഹിക്കാം. അതിന് പ്രചോദനമുണ്ട് എന്ന പ്രവാചക ഹദീസുകളിൽ ഉണ്ടല്ലോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും ഒരു അമലു സ്വാലിഹാത്താണ് എന്ന നിലക്ക് നോമ്പും അനുഷ്ഠിക്കാവുന്നതാണ് എന്നും പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ മിനിമം പ്രൊജക്റ്റ് നമ്മളിൽ ഉണ്ടാകണം. അഥവാ തിങ്കൾ ഞാൻ സുന്നത്ത് നോമ്പ് എടുക്കാറില്ല, വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് എടുക്കാറില്ല, അറഫ നോമ്പ് പിന്നെ പലപ്പോഴും എടുക്കാറുമുണ്ട് എങ്കിൽ ഈ വർഷം ഒരു വ്യത്യാസം ഉണ്ടാകണം. ഈ വർഷത്തെ ദുൽഹജ്ജ് മാസത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം. ഈ വർഷത്തെ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങളിലെ തിങ്കളും വ്യാഴവും വ്യത്യാസം ഉണ്ടാകണം. തിങ്കളാഴ്ച നമുക്ക് ഏതായാലും ലഭിക്കും, വ്യാഴാഴ്ചയും നമുക്ക് ലഭിക്കും. അപ്പൊ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് പ്രത്യേകമായി പ്രാധാന്യമുള്ള സവിശേഷതയുള്ള ദുൽഹജ്ജ് മാസത്തിലെ 10 ദിനങ്ങളിലെ തിങ്കളും വ്യാഴവുമായി തീരുമ്പോൾ അതിന്റെ പ്രതിഫലം വർദ്ധിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ അനുഗ്രഹം ചൊരിയും. അപ്പൊ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ എന്തൊക്കെ കർമ്മങ്ങളാണോ അതെല്ലാം നിർവഹിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ എത്തണം. അതേപോലെ തന്നെ പവിത്ര മാസവുമാണ്. റമദാനിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതുപോലെ തന്നെ നമ്മുടെ വാഗ്വിചാര കർമ്മങ്ങളെ, സോഷ്യൽ മീഡിയകളിലെ ഇടപെടലുകളെ, അതേപോലെ തന്നെ ജോലി സ്ഥലങ്ങൾ, അയൽപ്പക്ക ബന്ധങ്ങൾ, മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, എല്ലാ ഇടങ്ങളിലും നന്മകളെ നമ്മൾ കാംക്ഷിക്കാൻ പാടുള്ളൂ. ഒരിക്കലും തിന്മകളിലേക്ക്, വഴക്ക് വക്കാണങ്ങളിലേക്ക്, അസഹിഷ്ണുതകളിലേക്ക്, അധർമ്മങ്ങളിലേക്ക് മനസ്സാ വാച കർമ്മണ മാറിപ്പോവുകയില്ല എന്നും ഈ 10 ദിനത്തിന് അതിൻ്റെതായ പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ മക്കളിൽ, അങ്ങനെ ഇസ്ലാമിക ഉമ്മത്തിൽ ഉണ്ടാകും. ആ ഉണ്ടാക്കുന്നതിൽ ഞാനും എൻ്റെ കുടുംബവും അതിൻ്റെതായ പ്രതിനിധീകരണം വഹിക്കുമെന്ന് തീർച്ചയായിട്ടും പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് 1 നാളെ ആരംഭിക്കുകയാണ്. അങ്ങനെ 2, 3, 4 എന്ന നിലക്കൊക്കെ അതിൽ നിർവഹിക്കുന്ന കർമ്മങ്ങളിലൂടെയൊക്കെ നമ്മൾ അങ്ങനെ കടന്നുപോയി. ദുൽഹജ്ജ് 8 എത്തുമ്പോൾ യൗമു തർവിയ ഹജ്ജ് ആരംഭിക്കും. അത് ഈ ആദ്യത്തെ 10-ലാണ്. അതേപോലെ ദുൽഹജ്ജ് 9 എത്തുന്ന സമയത്ത് യൗമ അറഫ, ഈ ആദ്യത്തെ 10 ദിനങ്ങളിലാണ് വിശ്വാസി സമൂഹം അറഫയിൽ സമ്മേളിക്കുകയാണ്. വിശ്വാസി സമൂഹത്തിന്റെ ഐക്യം വിളിച്ചോതുന്ന വലിയ സംഗമം ഈ 10 നടക്കാൻ. അതേപോലെ തന്നെ യൗമുൻ നഹർ, വലിയ ദിനമെന്ന ഹദീസിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്.
കൂടിയിട്ടുള്ള യൗമുൻ നഹർ ബലിപെരുന്നാളും ഈ 10 തന്നെയാണ്. ഇങ്ങനെ വിവിധ അനുഷ്ഠാന മുറകളുടെ സമുച്ചയമാണ് ഈ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ അതേപോലെ തന്നെ ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി വല്ലദി ഉദ്ഹിറു അന്ന സബബ ഫി ഇംതിയാസ് അശർ ദിൽഹിജ്ജ, ഈ ദിൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളുടെ സവിശേഷതകൾ പ്രത്യേകമാകാനുള്ള കാരണം ലിമകാനി ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദ, എല്ലാ മാതൃ ഇബാദത്തുകളും എല്ലാ അടിസ്ഥാനപരമായ ആരാധനകളും ഈ 10 ദിനങ്ങളിൽ സമ്മേളിക്കുകയാണ്. വയ്യക്കസ്വലാ, ഈ ദിനങ്ങളിൽ നമസ്കാരമുണ്ട്. വസ്സിയാം, ഈ ദിനങ്ങളിൽ നോമ്പുണ്ട്. വസ്സദഖ, ബലിയും ഉളുഹിയത്തും അതല്ലാത്തതും അടക്കമുള്ള ദാനധർമ്മങ്ങളുണ്ട്. വൽ ഹജ്ജ്, ഹജ്ജിന്റെ നിർവഹണവുമുണ്ട്. ഇനി ദുൽഹിജ്ജ മാസം കണക്കാക്കി ഒരു വർഷത്തെ ആ രൂപത്തിൽ കാൽക്കുലേഷൻ നടത്തുന്ന ഒരു വിശ്വാസിക്ക് സകാത്തും ഈ മാസത്തിൽ നിർവഹിക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ എല്ലാം സമ്മേളിക്കുന്ന ഈ 10 ദിനങ്ങളെ അതിൻ്റെതായ അർത്ഥബോധത്തോടെ ആത്മാർത്ഥതയോടെ അനുഷ്ഠാന നിരതയോടെ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമനാ വഅസ്അദനാ ബിഹിദായത്തിൽ ഇസ്ലാം വഹുവല്ലദീ അക്രമനാ ബിൽ ഖുർആനിൽ കരീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ പടച്ചറബിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമാകുന്ന ജീവിത വഴിയെ പ്രത്യേക സമയ സന്ദർഭ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ ഇടങ്ങളിലും എല്ലാ സമയ സന്ദർഭങ്ങളിലും പ്രാവർത്തികമാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പവിത്രമായും പ്രത്യേകമായും അറിയിച്ചിട്ടുള്ള അവസരങ്ങളെ അതിൻ്റേതായ രൂപത്തിൽ സാഹചര്യത്തിനനുസരിച്ച് ഉയർന്ന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഉത്ബുദ്ധരായ മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം ഏറെ നിർണായകമായ അതിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വന്ന് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ സജീവമാണ് പലരും. കഴിഞ്ഞ ആഴ്ച അഥവാ റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആശക്കും ആശങ്കക്കും ഇടയിലായിരുന്നു. മാർച്ച് 15 മുതൽ ജൂൺ 4 വരെ 80ഓളം ദിവസങ്ങളിൽ ആശക്കും ആശങ്കക്കും ഇടയിലായിരുന്നു. അതിൽ ന്യൂനപക്ഷമെന്ന വ്യത്യാസമില്ല. ഈ രാജ്യത്തിൻ്റെ മതേതരത്വം, അഖണ്ഡത, അതേപോലെ തന്നെ പൂർവ്വസൂരികളായ വ്യത്യസ്ത ആശയങ്ങളിലും മതങ്ങളിലുമൊക്കെ ജീവിച്ച് ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി പടപൊരുതി, ആ പടപൊരുതിയ ആശയത്തിലും പ്രത്യയശാസ്ത്രത്തിലുമൊക്കെയായി ജീവിക്കുന്ന നല്ല മനുഷ്യരായ ആളുകളൊക്കെ ആകാംക്ഷയിലായിരുന്നു. അതിൽ ഒരുപാട് പേരുകൾ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പ്രാർത്ഥന പടച്ചറബ് സ്വീകരിച്ചതിൻ്റെ അനുരണനങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ പിന്നിൽ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ ഈ രാഷ്ട്രത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ജനാധിപത്യ രാജ്യത്തിൻ്റെ ആശയങ്ങളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി, മനുഷ്യാവകാശങ്ങളെയും ന്യൂനപക്ഷ അവകാശങ്ങളുടെയും ഒക്കെ സമത്വ സാഹോദര്യ സ്വപ്നങ്ങളെയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടി അധ്വാനിച്ചവരിൽ നിരവധി നാമങ്ങൾ. അതൊക്കെ എവിടെ വെച്ച് നമുക്ക് അനുസ്മരിക്കാവുന്നതാണ്. കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കുമൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ ഫിറ്റായ ഒരു ദീനാണ്. പക്ഷേ ഇസ്ലാമോഫോബിക് അന്തരീക്ഷത്തിൽ പല വിധത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടൽ, പ്രവാചകന്റെ സഹവാസം, അയൽപ്പക്ക ബന്ധങ്ങൾ, പ്രവാചകന്റെ മദീന ചാപ്റ്റർ, മക്ക ജീവിതത്തിലൊക്കെ, നോൺ മുസ്ലിം ബ്രദർഹുഡിലൊക്കെ, അമുസ്ലിം സാഹോദര്യ സൗഹൃദത്തിൽ വല്ലാത്ത കാഴ്ചകളൊക്കെ ഈ സമൂഹത്തിന് കാഴ്ചപ്പാടുകളായി പ്രവാചകൻ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ത്വായിഫിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് അവിടെ നിലനിൽപ്പില്ലാതെ അവസാനം ത്വായിഫിലേക്ക് സംരക്ഷണം തേടി ഉമ്മയുടെ നാട്ടിലേക്ക് പോയി.
അവിടെ നിന്നും സംരക്ഷണം ലഭിക്കാതെ എറിഞ്ഞോടിക്കപ്പെട്ട് പിന്നെ ജന്മനാട് മക്കയിലേക്ക് തന്നെ തിരിച്ചു വരാം. പക്ഷെ കടക്കാൻ കഴിഞ്ഞില്ല. മുത്തഇം ഇബ്നു അദിയാണ് അതിർത്തിയിൽ ചെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. മുത്തഇം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിക്കാത്ത മുത്തഇമാണ് പ്രവാചകനെ കൂട്ടിക്കൊണ്ടുവരുന്നതും സംരക്ഷണം കൊടുക്കുന്നതും അങ്ങനെ കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നാട് വിടുമ്പോൾ അതിർത്തിയിൽ വെച്ച് ഇബ്നു ദുഗന്ന എന്ന് പറയുന്ന മനുഷ്യനാണ് അബൂബക്കർ അഭയം കൊടുത്തത്. താങ്കളെപ്പോലെയുള്ള നല്ല മനുഷ്യര് ഈ നാട് വിട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അഭയം കൊടുക്കുക. അതൊക്കെ നമ്മളെ ചരിത്രം, ആർക്കും പുറത്താക്കാൻ കഴിയില്ല. അതിൽ നിങ്ങൾ പല രൂപത്തിൽ വമക്കറു, അവർ കുതന്ത്രം പ്രയോഗിക്കും. വമക്കറുല്ലാ, അള്ളാഹു തന്ത്രം പ്രയോഗിക്കും. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, തന്ത്രം പ്രയോഗിക്കുന്നവരിലെ തന്ത്രശാലി പടച്ച റബ്ബാണ് എന്നാണ്. ഈഡിയ വിട്ടും അതേപോലെ തന്നെ അതല്ലാത്ത ഏജൻസികളൊക്കെ ഉപയോഗപ്പെടുത്തിയും അതേപോലെ തന്നെ വർഗീയ വംശീയ വിഷലിപ്തമായ ആശയങ്ങൾ അങ്ങനെ പ്രസ്താവനകളായി ഇറക്കിയും രാമക്ഷേത്രം ബാബരി മസ്ജിദ് പൊളിച്ച മണ്ണിൽ പണിതിട്ടും അങ്ങനെ പല കുതന്ത്രങ്ങളിലൂടെയും വീണ്ടും സർവോപരി സന്നാഹങ്ങളുമായി അധികാരം തിരിച്ചു പിടിക്കാമെന്ന് വിചാരിച്ചിടത്തൊക്കെ ദുർബലമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്സത്തൊക്കെ പ്രതാപമൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ട് അള്ളേനതൊക്കെ കൊടുക്കല് ഇതൊക്കെ സാങ്കേതികമാണ്. ഹാമാനായാലും നമ്രൂദായാലും ഫറോവമാരായിരുന്നാലും മുസ്സോളിനി ആയിരുന്നാലും ഹിറ്റ്ലർ ആയിരുന്നാലും ഇനി അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് ആപതിക്കാൻ നിൽക്കുന്ന നെതന്യാഹു ആയിരുന്നാലും സാങ്കേതികമായ മുൽക്ക് മാത്രമാണ് കൊടുത്തത്. മാലിക് യൗമിദ്ദീൻ, യഥാർത്ഥ ഉടമസ്ഥൻ പടച്ചറബ് മാത്രമാണ്. എല്ലാ മുൽക്കും എല്ലാ ആധിപത്യവും അള്ളാന്റെ സവിധത്തിലാണ്, അള്ളാന്റെ അടുത്താണ്. ഇങ്ങനെ കാണിച്ചു തരാൻ ചെറിയ ചെറിയ ഡോസുകൾ അല്ലേ. ഇസ്സത്തൊക്കെ അങ്ങനെ നഷ്ടപ്പെട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുകയാണ് അധികാരം ഇങ്ങനെ കിട്ടാൻ വേണ്ടി. ശനിയാഴ്ച നിശ്ചയിച്ചത് ഞായറാഴ്ചയിലേക്കൊക്കെ മാറ്റും. ഇതൊക്കെ ഒരു പാടാണ്. ഭരണാധികാരികൾക്കും ഭരണീയർക്കും പാഠമാണിത്. ന്യൂനപക്ഷത്തിനും ഭൂരിപക്ഷത്തിനും റിസൾട്ടുകൾ പാഠമാണ്. വർത്തമാനത്തിനും ഭാവിക്കും പാഠമാണ്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സമാനമായ ആവർത്തനങ്ങൾ എമ്പാടും നടന്നിട്ടുണ്ട് എന്നും തീർച്ചയായിട്ടും അതിജീവന സാധ്യതയുണ്ട് എന്നതിൻ്റെയും തെളിവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് അതിന് പലരും റോളുകൾ നിർവഹിച്ചിട്ടുണ്ട്, പലരും കുതന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ആ കുതന്ത്രങ്ങളൊക്കെ തകർന്ന് നിങ്ങൾ നോക്കൂ, ചിന്തയാണ് അല്ലേ. ചില ആളുകൾക്ക് ചിന്തിക്കുന്നതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒന്നാകെ പിടിച്ചെടുക്കാൻ വേണ്ടിയ വർഗീയ വ്യാപനത്തിന് വേണ്ടിയിട്ട് അയോധ്യ മണ്ണിനെ ഉപയോഗപ്പെടുത്തിയത്. അയോധ്യ എന്ന പദത്തിന്റെ അർത്ഥം യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ് ശരിക്ക്. രാമൻ എന്ന പദത്തിന്റെ അർത്ഥം രമ്യതയുണ്ടാക്കുന്നവൻ എന്നാണ്, സമരസപ്പെടുന്നവൻ എന്നാണ്. ആ രാമനെയും അയോധ്യയും ഉപയോഗപ്പെടുത്തുകയാണ്. എന്നിട്ട് സമാധാനത്തിന്റെ കേന്ദ്രമായി നിൽക്കേണ്ട ക്ഷേത്രത്തെയൊക്കെ ദുരുപയോഗം ചെയ്യാൻ, എന്നിട്ട് ആ ക്ഷേത്രമുണ്ടാക്കിയ മണ്ണ് ഫൈസാബാദ് ലോക്സഭാ മണ്ഡലം, അതിലാണ് അയോധ്യ വരുന്നത്. അവിടെ ആരാ ജനിച്ചത്? മതേതരത്വ കക്ഷികളാണ് അവിടെ ജയിച്ചത്. സഹിഷ്ണുതയും സമാധാനവും സാഹോദര്യവും ആഗ്രഹിക്കുന്ന കക്ഷികളാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് പറയാം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതാണ് പടച്ചറബ് അല്ലാഹു സുബ്ഹാനഹു വ തആല വമക്കറു വമക്കറല്ലാഹു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ എന്ന് വെറുതെ പറഞ്ഞതല്ല. ഇപ്പൊ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ അനുകൂലമായി വന്നുകൊണ്ടിരിക്കണം. ആ അനുകൂലമാകുമ്പോൾ മുത്തഇമിന്റെ റോള് നിർവഹിച്ച ആളുകളുണ്ട്, അബൂ ത്വാലിബിന്റെ റോള് നിർവഹിച്ച ആളുകളുണ്ട്, ഇബ്നു ദഗന്നയുടെ റോള് നിർവഹിച്ച ആളുകളുണ്ട്. അത് ധ്രുവമാരിലൂടെ നമ്മൾ കേൾക്കും, പേരുകൾ പരാമർശിക്കുന്നില്ല, നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകും. മീഡിയ രംഗത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കോടിക്കണക്കിന് ആളുകൾ കാണുന്ന യൂട്യൂബുകളിലൂടെ അവർ സംസാരിച്ചത് നന്മക്ക് വേണ്ടിയാണ്, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടിയാണ്. അതിൽ നിങ്ങൾ വെറുപ്പിന്റെ ചന്തയില് സ്നേഹത്തിന്റെ കടയല്ല സൂപ്പർ മാർക്കറ്റാണ് തുറന്നത് എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലേക്ക് ഒരു റിസൾട്ട് വരുന്നതിന്റെ പിന്നിൽ അങ്ങേയറ്റം അധ്വാനിച്ച ആളുകളുണ്ട്. ആളുകൾക്കൊക്കെ പ്രിഫറൻസും പരിഗണനയും കൊടുക്കല് മതപരമായ ബാധ്യത കൂടിയാണ്. അവരെയൊക്കെ ചേർത്ത് പിടിക്കൽ, അവിടെ ജാതിയും മതവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വതആവനു, നിങ്ങൾ പരസ്പരം സഹകരിക്കണം, നന്മക്ക് വേണ്ടിയാണ്, ശത്രുതക്ക് വേണ്ടിയല്ല. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും ശത്രുതയിലും നിങ്ങൾ നിസ്സഹകരിക്കണം, നന്മയിലും പുണ്യത്തിലും നിങ്ങൾക്ക് സഹകരിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ ശത്രുപക്ഷത്ത് നിന്ന് ബന്ദികളായി ആളുകൾ പിടിക്കപ്പെട്ട സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മുത്തഇം ഇബ്നു അദി
മുത്ഇമെങ്ങാനും ജീവിച്ചിരുന്നു എങ്കിൽ നിങ്ങളുടെ വിഷയത്തിൽ മുത്ഇം പറയുന്നത് ഞാൻ സ്വീകരിക്കുമായിരുന്നു എന്ന്. നിങ്ങളുടെ വിഷയത്തിൽ അഥവാ മക്കയിലേക്ക് കടക്കാൻ എനിക്ക് അവസരം ഒരുക്കിയിട്ടുള്ള മുത്ഇമിന്റെ പ്രസ്താവനക്ക്, മുത്ഇമിന്റെ നിലപാടിന്റെ കൂടെ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ നിൽക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നത് ചരിത്രമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. നമുക്ക് ഈസ്റ്റ് ഓർ വെസ്റ്റ്, ഇന്ത്യ ഇസ് ബെസ്റ്റ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഈസ്റ്റ് ആയിരുന്നാലും വെസ്റ്റ് ആയിരുന്നാലും പാശ്ചാത്യരായിരുന്നാലും പൗരസ്ത്യരായിരുന്നാലും ഈ ജന്മനാട്ടിൽ ജീവിച്ച് മരിച്ച് ജനിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ജന്മനാട് തന്നെയാണ് ഈസ്റ്റ് ഓർ വെസ്റ്റ്. ഇന്ത്യ ഇസ് ബെസ്റ്റ്, നമ്മുടെ രാജ്യം തന്നെയാണ് ബെസ്റ്റ്. ഏതെങ്കിലും ഭരണാധികാരികൾ തീർച്ചയായും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അസഹിഷ്ണുതകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനൊന്നും നിലനിൽപ്പില്ല എന്ന് തെളിയിക്കുന്ന വിധിയാണ് വന്നിട്ടുള്ളത്. ആ വിധിയിൽ പലർക്കും പാഠമുണ്ട്. ആ പാഠത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട പാഠം, അധ്വാനിച്ചു കഴിഞ്ഞാൽ നിരാശ ആശക്ക് വഴിമാറും, ആശങ്കകളൊക്കെ അസ്ഥാനത്തായി തീരും. എന്നാൽ ഇനിയും നമ്മളങ്ങനെ ചടഞ്ഞുകൂടിഞ്ഞ് കുഴപ്പമില്ല, ഇനി എന്തുമാകാം എന്ന അവസ്ഥയിലേക്ക് നമ്മളങ്ങനെ പോകുകയും പാടില്ല. ഇനിയും നമ്മൾ ശുക്റുള്ളവരും സാമൂഹിക ബോധമുള്ളവരും രാഷ്ട്രബോധമുള്ളവരും രാഷ്ട്രീയം അറിയുന്നവരും കാഴ്ചപ്പാടുള്ളവരും ആളുകൾ ആയി നമ്മൾ മാറണം. അത് അവിഷേകമായി കടന്നു വരുന്ന എന്തൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞാലും ഒളിച്ചോടാതെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ തന്നെ തീർച്ചയായും നമ്മൾ നിൽക്കുകയും വേണം. പ്രവാചകന്റെ ഹദീസിൽ അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുൻ നാസ, ഒരു വിശ്വാസി ജനങ്ങളുമായി ഇടപഴകുകയാണ്, വയസ്ബിറു അലാ അദാഹു, എന്നിട്ട് മനുഷ്യരിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് വരുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ അതിൽ ക്ഷമ കൈക്കൊള്ളുകയാണ്. അഫ്ളലു മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുൻ നാസ, അവനാണ് സാധാരണ അവനവന്റെ കാര്യങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന വിശ്വാസിയേക്കാൾ ഉത്തമൻ. വലാ യസ്ബിറു അലാ അദാഹും, മനുഷ്യരിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് ഫേസ് ചെയ്ത് സാമൂഹിക ജീവിതത്തിന്റെ ഇഴയടുപ്പങ്ങൾ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ ശ്രമം നടത്തുന്നത് ആരാണോ സമൂഹത്തിന്റെ കൂടെ നിൽക്കുന്നത്, വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നത്, അവനാണ് നല്ല വിശ്വാസി. അതല്ലാതെ ഞാൻ എൻ്റെ നിസ്കാരം ഒറ്റപ്പൂതിക്കുള്ളൊരു ലൈഫ്, സമൂഹത്തെക്കുറിച്ച് എനിക്കറിയണ്ട, രാജ്യത്തെക്കുറിച്ച് എനിക്കറിയണ്ട, നാട്ടിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്കറിയണ്ട, അതൊരു വേറെ മേഖലയിൽ അങ്ങനെ കടന്നു പോകുമെന്ന് നിസ്സംഗമായി നോക്കി നിൽക്കാൻ ഒരിക്കലും ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. ഇനിയും ഈ രാഷ്ട്രത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അധ്വാനിക്കുന്ന നന്മകളുടെ കൂടെ തീർച്ചയായിട്ടും വിശ്വാസി ഉണ്ടായിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് 4 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന വിശേഷണത്തിന് അർഹത നേടിയിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയായി 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നതും കേൾക്കുന്നതും വായിച്ചെടുക്കുന്നതും, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, അല്ലാഹുവേ ഈ നാടിനെ നീ നിർഭയത്വമുള്ള സമാധാനമുള്ള മണ്ണാക്കി നാടാക്കി നിലനിർത്തണമേ എന്ന്, ഈ നാട്ടിലുള്ളവർക്ക് അല്ലാഹുവേ നീ വിഭവങ്ങൾ നൽകണമേ എന്ന് ആ പ്രാർത്ഥനയുടെ പ്രവർത്തനങ്ങളാണ് തീർച്ചയായിട്ടും ഈ ജന്മനാടിന് വേണ്ടി ഇനി അങ്ങോട്ടും നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെയും ഈ രാഷ്ട്രത്തിൻ്റെ ആശയങ്ങളെയും ആത്മാവിനെയും മുഖവിലക്കെടുത്ത് മുന്നോട്ട് പോകുന്നവർക്കൊക്കെ തീർച്ചയായും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നു ഭവിച്ച റിസൾട്ട് കൂടുതൽ ഈ രാഷ്ട്രത്തിലുള്ള പൗരന്മാർക്ക് പാഠമായി തീരുകയും നല്ല ശോഭനമായ ഭാവിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാകട്ടെ. വിനയത്തോട് വിവേകത്തോടുകൂടി ശുക്രിൻ്റെ മനസ്സുമായി അല്ലാഹുവേ നീ കാര്യങ്ങൾ അനുകൂലമാക്കി തരുമ്പോൾ നിന്നിലേക്ക് മടങ്ങാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണമേ നാഥ. കാര്യങ്ങൾ അനുകൂലമാകുന്നതിനനുസരിച്ച് ശൈത്താനിയത്തിലേക്കും ജീർണതകളിലേക്കും തിന്മകളിലേക്കും അധർമ്മങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും ഇച്ഛകളിലേക്കും നാടോടുമ്പോൾ നടുവ ഓടുക എന്ന രീതിയിലേക്കുമൊക്കെ മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും തെന്നുമാറുകയും ചെയ്യുന്നവരിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ നാഥ. അല്ലാഹുവേ അനുകൂലമായ കാര്യങ്ങൾക്ക് കനപ്പെട്ട നന്ദി കൊണ്ട് നാളെ തുടങ്ങാനിരിക്കുന്ന അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ 10 ദിനങ്ങളിലൂടെ തന്നെ ശുക്ർ കാണിക്കുന്ന വിനയാന്വിതരായ വിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുവേ ഇതേപോലെയുള്ള ഒരു തീർപ്പിലേക്ക് നീ ഗസയുടെ മണ്ണിനെ ഫലസ്തീനിനെ എത്തിക്കണമേ നാഥ. നടന്നുകൊണ്ടിരിക്കുന്ന പ്രതീക്ഷാ നിർഭരമായ അവിടങ്ങളിലെ അനക്കങ്ങൾക്ക് നീ ശക്തി നൽകണമേ നാഥ. ഇന്നും കണ്ണീരണിയിക്കുന്ന ഭൗതികമായ കണ്ണുകൊണ്ട് പ്രയാസപ്പെടുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അഭയാർത്ഥി സ്കൂളിൽ റഫേൽ വരെ അമേരിക്ക നൽകിയ മിസൈൽ വീണ്ടും പലസ്തീൻ റഫേൽ വന്ന് പതിച്ച് 40-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അള്ളാഹുവേ, നീ ആ യാങ്കി ഭരണകൂടത്തെ തകർക്കണമേ. അവർക്ക് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കുതന്ത്രങ്ങളെയും നിന്റെ തന്ത്രങ്ങൾ കൊണ്ട് നീ തകർക്കണമേ നാഥ. അള്ളാഹുവേ, ആ നാടിന്റെ നന്മക്ക് വേണ്ടിയുള്ള നീക്കങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ നാഥ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി യാത്ര തിരിച്ച് അവിടെ എത്തിച്ചേർന്നവരും യാത്ര തിരിച്ചു കൊണ്ടിരിക്കുന്നവർ അള്ളാഹുവേ, കാര്യങ്ങൾ എളുപ്പമാക്കി തീർക്കണമേ. അറഫ മണ്ണിൽ നിന്ന് അവരുടെ തേട്ടവും ഹറമിൽ നിന്ന് നിലവിൽ അവർ ഈ നന്മക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഗസയുടെ വീണ്ടെടുപ്പിന് വേണ്ടി, രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, ഇസ്ലാമിക ഉമ്മത്തിന്റെ ഐക്യബോധത്തിന് വേണ്ടി, ഇസ്സത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന തേട്ടങ്ങൾ നീ സ്വീകരിക്കണമേ നാഥ. അള്ളാഹുവേ, നിരവധി കർമ്മങ്ങൾ മരണത്തിന്റെ അവസാന സമയം വരെ നിർവഹിച്ചുകൊണ്ട് അവസാനം നെറ്റിത്തടത്തിൽ അധ്വാനത്തിന്റെ വിയർപ്പുമായി നിന്നിലേക്ക് മടങ്ങുന്ന മുത്തഖീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പ്രാർത്ഥനയ്ക്ക് വസിയത്ത് പറഞ്ഞ കുടുംബം, KM മുഹമ്മദ് സാഹിബ്, പേരാമ്പ്ര പ്രദേശത്ത് ഇസ്ലാമിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന സഹോദരൻ, അദ്ദേഹം മരണപ്പെട്ട അള്ളാഹു മഗ്ഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കും അള്ളാഹു മഗ്ഫറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾ നാഥൻ സഫലമാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا